സുഖമല്ലേ എല്ലാവർക്കും. ഇത് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ ഡേ 2 ആണ്. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് സ്കിന്നിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള തരം പാക്കുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ചിലത് ഓയിലി സ്കിന്നിലൊക്കെ പറ്റുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഓൾമോസ്റ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ ഓൾ ടൈപ്പ് സ്കിന്നിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാത്രമാണ്. അതിനിടയ്ക്ക് ഞാൻ എടുത്ത് പറയാറുണ്ട്, ചില സ്കിൻ ടൈപ്പിൽ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കൊക്കെ പറ്റാത്ത ഞാൻ എടുത്ത് പറയാറുണ്ട്, ഓയിലി സ്കിന്നിന് പറ്റാത്തത് ഞാൻ എടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഓൾ ടൈപ്പ് സ്കിന്നിലാണ് നമ്മൾ സ്കിൻ കെയർ ചാനൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ എല്ലാവരുടെ ഒരേ ടൈപ്പ് സ്കിന്നായിരിക്കില്ല. അപ്പോൾ ഓൾ ടൈപ്പ് സ്കിന്നിൽ പറ്റുന്ന രീതിയിലുള്ളതാണ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ വീട്ടിലാണ്, എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളുടെ ഈ ഒരു 14 ഡേയ്സ് സ്കിൻ കെയർ ചാലഞ്ചിൽ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള മിക്ക എന്ത് തരം പാടുകളും എളുപ്പത്തിൽ നമുക്ക് റിമൂവ് ആവാൻ സഹായിക്കുന്ന ഒന്നാണ്. ബ്ലെമിഷസും അതുപോലെ തന്നെ പഫി ആയിട്ടുള്ള നമ്മുടെ ഐസൊക്കെ മാറാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ദീർഘനാളായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മുറിവിൻ്റെ പാടോ അല്ലെന്നുണ്ടെങ്കിൽ പിമ്പിൾസ് വന്നിട്ട് ഡാർക്കായിട്ടുള്ള ചില പാടുകളൊക്കെ ഉണ്ടാവില്ലേ, കറുത്ത അവിടെ ഇവിടെയൊക്കെയുള്ള പാടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ 2 മാസം മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുണ്ടറിയാം, എനിക്കിവിടെ നിറച്ച് ഇങ്ങനെ പിമ്പിൾസ് വന്നിട്ട് നിറയെ പാടുകളുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടറ്റോ തന്നെ ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പൊട്ടറ്റോയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ടൈം എന്ന് പറയുന്നത് ഈവനിങ് സമയമാണ്. ഒരു 4 മണി കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കുക. നമ്മൾ പുറത്തേക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാരണം പറയണത്. അപ്പോൾ നമ്മൾ മുറ്റത്തൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും യൂസ് ചെയ്യരുത്. നമ്മൾ അകത്തിരിക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ 5 മണിക്ക് ശേഷമൊക്കെ 4 മണി കഴിഞ്ഞ് വെയിലൊക്കെ 4-ന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ ഡെയിലി നമുക്ക് ഇടാവുന്നതാണ്. അടിപൊളി കാറ്റാണ്, എന്തൊരു സുഖം. ടർച്ച് വന്നിട്ട് ഒരു വെയിലിൻ്റെ ആ ഒരു ഇതൊന്നും തോന്നല കേട്ടോ. നല്ല നട്ടുച്ച നേരത്തെയാണ് വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് കുറച്ചിങ്ങനെ തണലത്തോട്ട് മാറിയാൽ നിൽക്കണേ, പക്ഷേ പോലും ഒരു ശകലം പോലും ചൂട് തോന്നണില്ല കേട്ടോ ഇവിടെ, കാരണം അത്ര നല്ല കാറ്റ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത് ഡെയിലി നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഒരാഴ്ചത്തേക്കുള്ളത് നമുക്ക് ഫ്രീസറിൽ നമുക്ക് ഐസ് ക്യൂബ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് എമൗണ്ട് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി ഉണ്ടാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഡെയിലി നമ്മൾ ഐസ് ക്യൂബ് പുറത്തെടുക്കുക. ഐസ് ക്യൂബ് എടുത്തിട്ട് അതേപടി നമ്മുടെ സ്കിന്നിൽ തേക്കരുത്. ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരു ബൗളിലൊക്കെ എടുക്കുക. ബൗളിൽ നമ്മൾ ഈ ഐസ് ക്യൂബ് ഇട്ട് വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ അത് മെൽട്ടാവും. അത് നമുക്ക് നമ്മളുടെ ഫേസിൽ പാക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പം മടിച്ചികൾക്കും മടിയന്മാർക്കും അത് യൂസ് ചെയ്യാം. ജെൻസിനും ലേഡീസിനും ഒരുപോലെ തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. വീട്ടിലിപ്പോൾ ഹസ്ബൻഡ് വൈഫിനും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ വീട്ടിലിപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇട്ട് കൊടുക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്കിന്നിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ ഡാർക്കായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഈ മുട്ടൊക്കെ ഇങ്ങനെ എഴയുന്ന കുട്ടികളല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കൈയുടെ മുട്ടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മുടെ അൺട്രാംസിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ കാലിൻ്റെ ഇടവ് ആ ഭാഗത്തുള്ള കറുപ്പുകളൊക്കെ പോകാനായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. നമ്മൾ ലെമൺ ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. സെൻസിറ്റീവ് സ്കിന്നിൽ മിക്കവർക്കും ലെമൺ അലർജി ആയിരിക്കും. ചിലർക്ക് ഹണി അലർജി ഉണ്ട്. ഹണി അലർജി ഉള്ളവർ അതും സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പൊടിയാണ്. 99% ആൾക്കാരുടെ വീട്ടിലും ഗോതമ്പൊടി ഉണ്ടാവും. അപ്പോൾ ഗോതമ്പൊടി നമുക്കിവിടെ ഒരു 1.5-2 സ്പൂണോളം വേണം. നമ്മുടെ കഴുത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഇടാനുള്ള അളവാണത്. ഇതില്ലെന്നുണ്ടെങ്കിൽ കടലമാവാണെങ്കിലും യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ്. ഇതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പ്രധാനമായിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഒരു കഴുത്തിനും നമ്മളുടെ ഫേസിനും മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ, വലുതല്ല ചെറുതുമല്ല, ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ ആണ് ഇവിടെ യൂസ് ചെയ്യണത്. ഇത് നമുക്ക് ജസ്റ്റ് നമ്മളിതിനെ പീൽ ചെയ്യണം. അതിൻ്റെ സ്കിന്നൊക്കെ ജസ്റ്റ് റിമൂവ് ചെയ്യണം. ഒരു കത്തി ഉപയോഗിച്ചിട്ടോ പീലർ ഉപയോഗിച്ചിട്ടോ ജസ്റ്റ് നമ്മളത് റിമൂവ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഫൈനലി നമുക്ക് വേണ്ടത് ഹണിയാണ്. ഹണിയും മിക്കവരുടെയും വീട്ടിലുണ്ടാവും. ഹണി ഇല്ലെന്നുണ്ടെങ്കിൽ ഹണി സ്കിപ്പ് ചെയ്യുക. അതിന് പകരമായിട്ട് നമ്മൾ റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് യൂസ് ചെയ്താൽ മതി. ഹണി ഉള്ളവർ ഹണി യൂസ് ചെയ്യുക. അതിന് പകരമായിട്ട് അലോവേര ജെല്ലാണെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഒരു വലിയ സ്പൂൺ ഇതിലേക്ക് ചേർക്കാം. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ പൊട്ടാറ്റോയുടെ. അതിന് ശേഷം ഒരു മിക്സി ജാറിലോ അല്ലെങ്കിൽ ബ്ലെൻഡറിലോ എന്താ വെച്ചാൽ നമുക്ക് ഉള്ളതുപോലെ എടുക്കുക. അതിലേക്ക് ഇത് ഇടുക. അതിലേക്ക് നമ്മളുടെ ഗോതമ്പ് പൊടിയോ ഗോതമ്പ് പൊടി ഇല്ലാച്ചാൽ കടലമാവോ ഇതിലേക്ക് ചേർക്കാം. അതിന് ശേഷം നന്നായിട്ട് ഒരു റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചേർക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളമാണെന്നുണ്ടെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഏറ്റവും അവസാനം നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം. തേൻ ഇല്ലെങ്കിൽ അലോവേര ജെല്ലുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അലോവേര ജെല്ല്, ഇതിലേതെങ്കിലും ഒന്ന് മസ്റ്റായിട്ടും യൂസ് ചെയ്യാം.
അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അലോവേര ജെല്ല് ചിലരുടെ സ്കിന്നിൽ നമ്മൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് രോമം കൂടുതലായിട്ടുണ്ടാവുമെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് തേൻ തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങണില്ലെങ്കിൽ പോലും നമ്മൾ അകത്താണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേർക്കനുണ്ടാവും. എല്ലാവരും ഇപ്പോൾ എ സി ഉള്ളവരൊന്നും ആവണമെന്നില്ലല്ലോ. ഫാൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വേർത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് അഴുക്കല്ലേ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസിങ് മിൽക്കൊന്നും യൂസ് ചെയ്യേണ്ട. മിൽക്ക് വീട്ടിൽ പാലുണ്ടെന്നുണ്ടെങ്കിൽ പാല് യൂസ് ചെയ്യുക. എല്ലാവർക്കും പാല് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പാല് ഉള്ള ആൾക്കാർ പാൽ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ ഫേസ് വാഷ് എന്തെങ്കിലും ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ മുൾട്ടാനി മിട്ടിയോ അല്ലെങ്കിൽ ഓട്സിൻ്റെ പൗഡറോ എന്തെങ്കിലുമൊക്കെ മിക്സ് ആക്കിയിട്ടുള്ളത് നമ്മൾ ഫേസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് മസാജ് കൊടുക്കുക, ക്ലീൻ ചെയ്യുക. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കഴുത്തിലും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസിലും കഴുത്ത് അതുപോലെ ചെവി ഈ ഭാഗം ഒക്കെ നമുക്കതൊരു കണ്ണടിയിലുള്ള കറുപ്പുകളൊക്കെ മാറാനായിട്ടും ഇത് സഹായിക്കും. അപ്പോൾ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് വെക്കുക. അതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മളങ്ങനെ ലീവ് ചെയ്യുക. പിന്നെ നൈറ്റ് ക്രീമൊക്കെ യൂസ് ചെയ്യാൻ മാക്സിമം ഞാൻ പറയണു ക്രീംസൊക്കെ ഈ സമയത്തൊന്നും അവോയ്ഡ് ചെയ്ത് വെക്കുക. നമ്മളെ സ്കിന്നിന് നമുക്ക് പുറത്തൊന്നും ആൾക്കാരൊന്നും നമ്മളെ കാണില്ല. നമ്മൾ ഏത് കോളേജിൽ നടന്നാലും കാണാനില്ല. അപ്പോൾ ഞാൻ തന്നെ ഇത് അകത്തൂടൊക്കെ നടക്കണം. ഈ ഒരു പരുവത്തിലൊക്കെയാണ് മുടിയൊക്കെ പൊക്കത്ത് കെട്ടി വെച്ച് ചൂടല്ലേ. അപ്പോൾ നമ്മൾ ആഭരണങ്ങളൊന്നും ഇടുന്നില്ല. അതുപോലെ തന്നെ നെയിൽ പോളിഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മുടെ നെയിൽസിനെ അതുപോലെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഫ്രീ ആയിട്ട് വിടുക. അപ്പോൾ ഇതുപോലെ തന്നെ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് മാത്രം നമ്മൾ സ്കിന്നെ ഒന്ന് കെയർ ചെയ്യുക. 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്കിന്നെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിട്ടേക്കുക. അപ്പോൾ നമുക്കിനി നമ്മൾ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. സ്കിന്നിൻ്റെ അതേ കളറായതുകൊണ്ടാണ് ശരിക്കും കാണാൻ പറ്റാത്തത്. ഏകദേശം സ്കിന്നിൻ്റെ അതേ തന്നെ കളറാണ്. നമ്മൾ കസ്തൂരി മഞ്ഞളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. ലിപ്സിലും നമുക്കിത് അപ്ലൈ ചെയ്യാം. പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് ഇത് സഹായിക്കും. നന്നായിട്ട് നിറം വയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ. ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇടാം, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡെയിലി നമുക്ക് റുട്ടീൻ എന്നുള്ള രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചോളൂ കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല. സ്കിന്നിന് യാതൊരു ഡാമേജും ഉണ്ടാവില്ല. സ്കിൻ കളർ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. ഒരു പ്രശ്നമില്ല. ചുമ്മാ നമ്മൾ ഉപയോഗിക്കാണ്ടൊന്നും ഇതിനെ കുറ്റം പറയരുത്. കാരണം ഇത് വീറ്റ് ഫ്ലോർ ആണ് അങ്ങനെയൊന്നും പറയരുത്. ഇത് പ്രിയങ്ക ചോപ്രയുടെ സ്കിൻ കെയറിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് വീറ്റ് ഫ്ലോർ എന്ന് പറയുന്ന ഗോതമ്പ് പൊടി. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാനല്ല, ഇതിനും സ്കിന്നിനും വളരെ എഫക്റ്റീവായുള്ള റെമഡിയാണ്. അപ്പോൾ ഇതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. അത്ര നല്ല എഫക്റ്റീവായുള്ള റെമഡിയാണ്. സ്കിന്നിന് വൈറ്റനിങ്ങിനും സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻസൊക്കെ മാറാനായിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് സ്കിൻ കളർ ഇമ്പ്രൂവ് ആവാനായിട്ടൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ മാറാത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറും. കണ്ണിൻ്റെ തൂങ്ങിയൊക്കെ ഇരിക്കില്ലേ, ഇപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരമാണ്. അപ്പോൾ ഇത് ഉണങ്ങാൻ തുടങ്ങിയിട്ട് സംസാരിക്കരുത് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിലായതുകൊണ്ട് സംസാരിക്കുകയാണ്. ചുളിവുകൾ വീഴും. ഇതുപോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. പ്രായമാവുന്നതൊക്കെ നമുക്ക് തടയാനായിട്ട് ചെയ്യും. അപ്പോൾ ഒരു 40 വയസ്സുണ്ടെങ്കിൽ നമ്മളെ കണ്ട ഒരു 20 വയസ്സ് തോന്നത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി വണ്ണം വെച്ച് വരണുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്. ചിലർ വണ്ണം കുറഞ്ഞെന്ന് പറയുന്നുണ്ട്. ഇതിൽ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി വണ്ണം കൂടി എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്കെല്ലാം വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആവശ്യമല്ലേ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വണ്ണം വെച്ച് വരണത്. വണ്ണം കുറഞ്ഞെന്ന് പറഞ്ഞോണ്ട് എനിക്ക് വണ്ണം കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. നമുക്ക് സാവധാനം ഇത് വീഡിയോ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വെയിറ്റ് ലോസ് വീഡിയോയും കൂടി ഇടാം കേട്ടോ. അത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ലോസ് വീഡിയോ ചെയ്യാം. ഇപ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. നമുക്കൊരു തവണത്തേക്കുള്ള ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കുക. ഒരാഴ്ചത്തേക്ക് ഏകദേശം നമുക്കൊരു 7 സ്പൂൺ ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ ഹണി എന്ന് പറയുന്നത് ഒരു 3-4 വലിയ സ്പൂൺ, അതുപോലെ തന്നെ പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ ഒരു 2 എണ്ണം, ഒരു മീഡിയം സൈസ് 2 എണ്ണം പൊട്ടാറ്റോ കൂടെ എടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇതുപോലെ പേസ്റ്റാക്കി വെക്കുക. വെള്ളത്തിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്.
അരയ്ക്കാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ റോസ് വാട്ടർ എടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാവെള്ളം ഇല്ലേ, തേങ്ങാവെള്ളം ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. റോസ് വാട്ടറിന് പകരം തേങ്ങാവെള്ളം കൂടെ ചേർത്താൽ തേങ്ങാവെള്ളവും നമ്മുടെ സ്കിന്നിന് വളരെ ബെനിഫിറ്റ് ഉള്ളതാണ്. സ്കിന്നിലെ പാടുകളൊക്കെ മാറാൻ നല്ലതാണ്. അപ്പോൾ അത് ഉപയോഗിക്കാം. ഇനി 25 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിനി ഈ പറഞ്ഞൊക്കെ ഞാൻ ടെറസിൻ്റെ മുകളിൽ നിൽക്കുക. ഇനി 20 മിനിറ്റ് ഞാനില്ലെങ്കിൽ വെറുതെ നിൽക്കണ്ട. അപ്പോൾ ഞാൻ താഴോട്ട് പോവുക. അല്ലെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാനായിട്ടുള്ള ഇവിടെ സ്ഥലമില്ല, നമ്മൾ വെള്ളമില്ല. അപ്പോൾ താഴെ ഞാൻ പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. ബാക്കിയുള്ള നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റായി കുറച്ചുകൂടി ഡ്രൈ ആവട്ടെ നമ്മുടെ സ്കിന്ന്. അതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാണ്. നന്നായിട്ട് വാഷ് ചെയ്യാം. ആ സ്കിന്നിലെ ഡിഫറൻസ് നമുക്കൊരു 1 വീക്ക് കൊണ്ട് തന്നെ അറിയാൻ പറ്റും. ഡെയിലി യൂസ് ചെയ്യാം. ജെൻസിനും ലേഡീസിനും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാം. യൂസ് ചെയ്തതിനു ശേഷം റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ തൊട്ടടുത്ത ബെൽ ബട്ടണും ഓൾ ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. വാട്സാപ്പ് നമ്പർ അറിയാലോ, 9496532598. അപ്പോൾ മെസ്സേജ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം.